സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്താണുള്ളത്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മാത്യു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുണ്ടറ ഭാഗത്തേക്ക്. അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിച്ച് കൊല്ലം കൊട്ടിയത്ത് നിന്നാണ് ഈ സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. അപ്പോൾ കൊല്ലം കൊട്ടിയത്ത് നിന്ന് സാമ്പ്രാണിക്കൊടിക്കുള്ള യാത്രാ ദൂരം 20-21 കിലോമീറ്ററാണ് കേട്ടോ. 21 കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കണം. അതിമനോഹരമായ യാത്ര തന്നെ കേട്ടോ. ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പ്രാണിക്കൊടി എത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമുക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പാർക്കിങ്ങിന് 50 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പാർക്കിംഗ് കിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും നേരത്തെ എത്താൻ നോക്കുക കേട്ടോ. പാർക്കിംഗ് സൗകര്യം വളരെ കമ്മിയാണ് ഇവിടെ. അപ്പോൾ ഈ കാണുന്ന സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിക്കുന്നത് അടിപൊളി കായലാണ് മുന്നിൽ കാണുന്നത്. അതിമനോഹരമായ കായൽ അഷ്ടമുടിക്കായലാണ്. അഷ്ടമുടിക്കായലാണ് നമ്മൾ ഈ കാണുന്നത്. കൊല്ലം അഷ്ടമുടിക്കായലാണ്. അപ്പോൾ ഈ കായൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ സാമ്പ്രാണിക്കൊടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ തുരുത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിൽ വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ബോട്ടിൽ പോയി ബോട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് മുന്നേ നമുക്കിവിടെ സാമ്പ്രാണിക്കൊടി ഉള്ളത് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ബാനറിൻ്റെ നമുക്കിവിടെ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു അതിമനോഹരമായ സ്ഥലം തന്നെയാണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് വരണം, എല്ലാവരും വരണം, കാണണം. നല്ലൊരു ഇവിടുത്തെ അനുഭവം ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. വേനൽക്കാല ആക്ടിവിറ്റീസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സന്ദർശിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഈ സ്ഥലം. ഇവിടെ ഈ അഷ്ടമുടിക്കായലിൽ തന്നെ ബോട്ട് സർവീസ് ഉണ്ട്, ഹൗസ് ബോട്ടിംഗ് സർവീസ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഷ്ടമുടിക്കായൽ മൊത്തം ചുറ്റിക്കറങ്ങി നിങ്ങൾക്ക് നടക്കാം. അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം പദ്ധതി പ്രകാരം ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് 400 രൂപ അല്ലെങ്കിൽ 500 രൂപ എന്നിട്ടുള്ളൂ ഒരാൾക്ക് വരുന്നത്. ഇതേപോലെ തന്നെ അഷ്ടമുടിക്കായൽ മൊത്തം ചുറ്റിക്കറക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ സാമ്പ്രാണിക്കൊടിയിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ അഷ്ടമുടിക്കായലിൻ്റെ നടുവിൽ ചെന്ന് നമുക്ക് നടന്ന് ആസ്വദിക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് 150 രൂപയാണ് വരുന്നത്. ഒരാൾക്ക് 150 രൂപ. ഈ 150 രൂപ നമ്മൾ കൊടുത്താൽ അങ്ങോട്ട് ഈ കായലിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മൾ മധ്യഭാഗത്തേക്ക് കൊണ്ടുപോയി അവർ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ അതിന് ടൈം ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ബോട്ടിൽ കയറി അത് സെൻട്രലിൽ പോയി ഇറങ്ങിയതിന് ശേഷം മധ്യഭാഗത്ത് പോയി ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ടൈമാണ് 1 മണിക്കൂർ 2-3 നമുക്ക് വൈകുന്നേരം വരെ നിൽക്കാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു പോരുന്നാൽ മതി. അപ്പോൾ നമ്മൾ 150 രൂപ എടുത്ത് ടിക്കറ്റ് എടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെരുപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ അഴിച്ചു വെച്ചിട്ട് തന്നെ പോയി ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് ചെരുപ്പ് കാര്യങ്ങളെല്ലാം അയച്ചിട്ട് വേണം ഈ പറയുന്ന സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ദ്വീപിലേക്ക് അല്ലെങ്കിൽ ഈ തുരുത്തിലേക്ക് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറി അപ്പോൾ നമ്മൾ തുരുത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു 8 പേര് വേണം ഒരു ബോട്ടിൽ. അപ്പോൾ ബോട്ടിൽ 8 പേരായി നമ്മൾ കയറി നമ്മൾ തുരുത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വല്ലാത്ത ഈ വേനൽക്കാലത്ത് ഈ ചൂടുള്ള സമയത്ത് നമ്മൾ ഈ കായലിലുള്ള യാത്ര, തണുത്ത കാറ്റൊക്കെ അടിച്ചുള്ള യാത്ര, അത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അത് അനുഭവിച്ച് മനസ്സിലാക്കാൻ തന്നെ വേണം. അപ്പോൾ നമുക്കിതിൻ്റെ വിഷ്വൽസ്, ഈ സാമ്പ്രാണിക്കൊടിൻ്റെ വിഷ്വൽസിന് ഡ്രോൺ വിഷ്വൽസ് ആണ് കാണാം. അപ്പോൾ ഇത് ഫുൾ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന തുരുത്തിലേക്കാണ് കേട്ടോ. ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. നമ്മൾ ഈ 10 മിനിറ്റ് 15 മിനിറ്റ് ബോട്ടിൽ സഞ്ചരിച്ചതിന് ശേഷം ഈ കായലിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് എത്തിയിരിക്കുന്നത്. അഷ്ടമുടിക്കായലിൻ്റെ ഏറ്റവും മധ്യഭാഗത്ത് ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന
ആ ഒരു തുരുത്ത്. എല്ലാവരും ഇവിടെ വന്നിട്ട് ഇറങ്ങണം കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങിയ ഒരു മുട്ടോളം ആണ് വെള്ളമുള്ളൂ, അരയിൽ അത്രയുള്ള വെള്ളമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നടക്കാം. കാലിന് നടുവിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാണ്, സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങി നമ്മുടെ ബോട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഈ ബോട്ട് തിരിച്ചു പോകും, നമ്മൾ ഇറക്കിയിട്ട് അവർ വേറെ ആൾക്കാരെ എടുക്കാൻ വേണ്ടി തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഈ തിരിച്ചു പോകുന്ന ബോട്ടിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് കയറി കരയ്ക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ ഈ സഞ്ചാരികൾക്ക് ലിമിറ്റ് ഉണ്ട്, ഒരേ സമയം 100 പേർക്ക് അവിടെ അലൗഡ് ഉള്ളൂ എന്നാണ് ഒഫീഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ അതില്ല, 100 അധികം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ വൈകും തോറും, ഈവനിങ് ആകും തോറും ആൾക്കാർ, സഞ്ചാരികളുടെ പ്രവാഹം തന്നെയാണ് പറയുക. സഞ്ചാരി ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും കേട്ടോ. അടിപൊളി ഒരു അനുഭവമാണ്. ഇവിടെ വന്ന് നമ്മൾ ഈ ചെറു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കുറഞ്ഞ ചായ വെള്ളം വാങ്ങി കുടിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു നാരങ്ങ സോഡ കുടിച്ചു, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ. കായലിൻ്റെ നടുവിൽ നിന്നൊരു നാരങ്ങ സോഡ കുടിക്കുക എന്ന് പറഞ്ഞു. കഴിക്കടാ. നമ്മളിവിടെ കുടിച്ച ഇത് ഗ്ലാസ് കാര്യങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അവിടെ അല്ല. അവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നും കായലിട്ട് ഇവിടെ തന്നെ തോണിക്കാരുണ്ട്, ഇത് വേസ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് അവരിൽ കൊടുക്കുക, അവരവിടെ അത് കളക്ട് ചെയ്യുന്നതായിട്ട്. അപ്പോൾ നമ്മൾ സോഡയൊക്കെ കുടിച്ച് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് കാണാൻ. അതുകൂടാതെ തന്നെ ഇവിടെ അങ്ങനെ ചെറു തോണികളായിട്ട് നമ്മൾ 50 രൂപ, ഒരാൾക്ക് 50 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 3 ദ്വീപുകൾ ചുറ്റിക്കറക്കി നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവിടും. അത് ചെയ്യാം, അത് നല്ലൊരു അനുഭവമായിരിക്കും. അപ്പോൾ അഷ്ടമുടി കായലിൽ കൂടെ ഈ 3 ദ്വീപുകൾക്ക് മൊത്തത്തിൽ 16 ദ്വീപ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ നമ്മൾ 3 ദ്വീപിലേക്ക് ഇത് ഇങ്ങനെ ബോട്ടിൽ, ചെറിയ ബോട്ടിൽ നമ്മളെ കൊണ്ടുപോയി കറക്കി കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ആൾക്കാർ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാവും 50 രൂപ നിങ്ങൾക്ക് ഒരാൾക്ക് ഈ കായൽ കൂടെ നമുക്ക് മൊത്തത്തിൽ കറങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 50 രൂപ കൊടുത്ത് ഞങ്ങളങ്ങനെ ഇഷ്ടംപോലെ കായലിൽ 3 ദ്വീപുകളിൽ കൂടി കറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങളിതിൽ കയറി. അങ്ങനെ നമ്മൾ ഈ ചെറു തോണിയിലുള്ള ഈ ബോട്ടിൽ സഞ്ചാരം, അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വേറെ ടീമുകളുണ്ട്. നല്ല മനോഹരമായ കാഴ്ചകളെ കണ്ട് നമുക്ക് ഒരു യാത്ര. ശരിക്കും ദ്വീപുകൾ, ഈ ദ്വീപുകളിലൊക്കെ 46-47 കുടുംബങ്ങളാണ് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ബോട്ടിലുള്ള ആൾ പറഞ്ഞെന്നാണ്. ഓരോ ദ്വീപുകൾക്ക് ഓരോ പേരുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദ്വീപുകൾ മൊത്തം ചുറ്റിക്കറങ്ങി നമ്മൾ വീണ്ടും നമ്മൾ ഇവിടെ സംബ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇറക്കി വിട്ടു. അപ്പോൾ ഈ വേനൽക്കാലത്ത് നിങ്ങൾ ട്രിപ്പ് പ്ലാൻ തീർച്ചയായും വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം, ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക കിടിലം സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. കൊല്ലത്ത് ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വരിക. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വരാൻ ശ്രമിക്കുക. അതിമനോഹരമായ സ്ഥലം തന്നെയാണ്, നല്ലതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാമ്പ്രാണിക്കൊടിയുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ട്രാവലിംഗ് വീഡിയോസ് മറ്റു കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ കഴിയും. ബൈ.